വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തി. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഈ അവസരത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ലഭിക്കുന്ന ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയാനുള്ള കൗതുകം എല്ലാവർക്കും ഉണ്ടാകും. കേരള മുഖ്യമന്ത്രിക്ക് അലവൻസുകൾ അടക്കം 1,80,000 രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. അതിനൊപ്പം ഒരു ആഡംബര ബംഗ്ലാവും 24 മണിക്കൂറും സുരക്ഷാ ജീവനക്കാരുടെ സംഘവും ഔദ്യോഗിക യാത്രയ്ക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും. കൂടാതെ മെഡിക്കൽ അലവൻസുകളുമുണ്ട്. മന്ത്രിമാർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 97,429 രൂപയാണ്. ഒരു MLA-യുടെ പ്രതിമാസ വരുമാനം 70,000 രൂപയാണ്. ശമ്പളത്തിനൊപ്പം യാത്രാ സൗകര്യങ്ങൾ, ചികിത്സാ സഹായം, പെൻഷൻ എന്നിങ്ങനെയുള്ള ആനുകൂല്യങ്ങളും MLA-ക്ക് ലഭിക്കും. വെറും 2,000 രൂപയാണ് ഒരു MLA-യുടെ അടിസ്ഥാന ശമ്പളം. വിവിധ അലവൻസുകൾ ചേരുമ്പോഴാണ് 70,000 രൂപയാകുന്നത്. നിയോജക മണ്ഡലം അലവൻസായി 25,000 രൂപ ലഭിക്കും. യാത്രാ അലവൻസ് 20,000 രൂപയാണ്. ടെലിഫോൺ അലവൻസായി 11,000 രൂപ, ഇൻഫർമേഷൻ അലവൻസായി 4,000 രൂപ എന്നിങ്ങനെ ലഭിക്കും. മറ്റ് അലവൻസുകളായി 8,000 രൂപയും കിട്ടും. നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പ്രതിദിനം 1,000 രൂപ വീതം ബത്തയും ലഭിക്കുന്നുണ്ട്. MLA-മാർക്ക് സ്വന്തം വാഹനത്തിന് കിലോമീറ്ററിന് 10 രൂപ വീതം ഇന്ധന അലവൻസ് ലഭിക്കും. KSRTC ബസ്സുകളിൽ ആജീവനാന്ത സൗജന്യ യാത്രയും MLA-മാർക്ക് ലഭിക്കും. ഇതിനു പുറമെ ട്രെയിൻ യാത്രയ്ക്കും ഇന്ധനത്തിനുമായി പ്രതിവർഷം 4 ലക്ഷം രൂപയും ട്രാവൽ കാർഡും ലഭിക്കും. ട്രാവൽ കാർഡ് ഉപയോഗിച്ച് MLA-ക്കും കുടുംബാംഗങ്ങൾക്കും ഒരു സഹായിക്കും ഇന്ത്യയിൽ എവിടെയും ഫസ്റ്റ് ക്ലാസ് AC സൗകര്യത്തോടെ യാത്ര ചെയ്യാം. MLA-യെ സഹായിക്കാൻ സർക്കാർ ചെലവിൽ 3 പേരെ നിയമിക്കാം. അണ്ടർ സെക്രട്ടറി റാങ്കിലുള്ള പ്രൈവറ്റ് സെക്രട്ടറിയും 2 സഹായികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവരുടെ ശമ്പളം പൂർണ്ണമായും സർക്കാരാണ് വഹിക്കുന്നത്. ആരോഗ്യ പരിപാലനത്തിന് MLA-മാർക്ക് നിയമസഭാ ഹോസ്പിറ്റലിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു അലോപ്പതി ക്ലിനിക് ഉണ്ട്. അതിനൊപ്പം ആയുർവേദം, ഹോമിയോ, ഡെന്റൽ എന്നീ വിഭാഗങ്ങളുടെ ക്ലിനിക്കുകളുമുണ്ട്. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ നിയമസഭാ ഹോസ്റ്റലിൽ മെഡിക്കൽ അറ്റൻഡന്റിന്റെ സേവനം അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ലഭ്യമാണ്. സഭ സമ്മേളിക്കുന്ന ദിവസങ്ങളിൽ നിയമസഭാ മന്ദിരത്തിൽ അംഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാണ്. നിയമസഭാംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ സൗജന്യമായും സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ ഗവൺമെന്റ് ചെലവിലും ചികിത്സ ലഭിക്കും. പുറമേ നിന്നും വാങ്ങുന്ന മരുന്നുകളുടെ വില തിരികെ നൽകുന്നതുമാണ്. അംഗങ്ങൾക്ക് സംസ്ഥാനത്തിന് പുറത്തുള്ള ആശുപത്രികളിലെ ചികിത്സയ്ക്കും വിദേശ ചികിത്സയ്ക്കും അർഹതയുണ്ട്. ഭരണഘടന പ്രകാരം സംസ്ഥാന നിയമസഭകളാണ് മുഖ്യമന്ത്രിമാരുടെ ശമ്പളം നിർണ്ണയിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 164A പ്രകാരം ഈ അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഒരേ പദവിയാണെങ്കിലും അവർക്ക് ഒരേ ശമ്പളമല്ല ലഭിക്കുന്നത്. ഓരോ സംസ്ഥാനത്തിലെയും നിയമസഭയ്ക്ക് അതത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളവും അലവൻസുകളും നിർണ്ണയിക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഓരോ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം വ്യത്യാസപ്പെടുന്നത്. ചില സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർക്ക് 2 ലക്ഷം രൂപ ശമ്പളമായി ലഭിക്കുന്നുണ്ട്. തെലങ്കാനയിൽ 4 ലക്ഷം രൂപയിലധികമാണ് മുഖ്യമന്ത്രിയുടെ പ്രതിമാസ ശമ്പളം. കേരളത്തിലെ MLA-മാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ 2024 ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്.